കർത്താവിൻ്റെ വിലപ്പെട്ട നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് പകൽക്കാലം ദൈവവചന ചിന്തയുമായി നിങ്ങളുടെ മുമ്പിലായിരിക്കാൻ കർത്താവ് നൽകിയ നല്ല അവസരങ്ങൾക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുകയാണ്. ഇന്ന് പകൽക്കാലം നിങ്ങളുമായി സംസാരിപ്പാൻ ആഗ്രഹിക്കുന്ന ഒരു ചെറിയ വിഷയം വിശുദ്ധി എന്നത് തന്നെയാണ്. ദൈവവചനത്തിനകത്ത് രണ്ട് തരത്തിൽ, രണ്ട് സ്ഥലങ്ങളിൽ വിശുദ്ധീകരണം അത്യാവശ്യമാണ്. ഒന്ന് പുറമേയുള്ള വിശുദ്ധിയും, രണ്ട് അകത്തുള്ള വിശുദ്ധിയും. സാധാരണയായി നാം കണ്ടുവരുന്ന പുറമേയുള്ള വിശുദ്ധി മാത്രമേ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കപ്പെടാറുള്ളൂ. എന്നാൽ ഹൃദയത്തിനകത്ത് അല്ലെങ്കിൽ നമ്മുടെ രഹസ്യ ജീവിതത്തിൽ ഒരു വിശുദ്ധീകരണം ആവശ്യമെന്ന് വേദപുസ്തകം വളരെ വ്യക്തമായി പറയുന്നു. മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യത്തിൽ ഇങ്ങനെ നമ്മൾ കാണുവാൻ സാധിക്കുന്നു. യേശു ഗിരിപ്രഭാഷണ സമയത്ത് പറഞ്ഞൊരു വാക്കാണ്, ഹൃദയ ശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. രണ്ട്, പഴയ നിയമം ചിന്തിക്കുമ്പോഴും അവിടെയും കാണുവാൻ സാധിക്കുന്നു, ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങൾ വിശുദ്ധരായിരിക്കും. അങ്ങനെ വേദപുസ്തകത്തിന്റെ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ പഠിക്കുമ്പോൾ ദൈവം വിശുദ്ധനാകൊണ്ട് തന്നെ ആരാധിക്കുന്ന എല്ലാവരും വിശുദ്ധരാകണമെന്ന് വേദപുസ്തകം പറയുകയാണ്. എഫേസ്യ ലേഖനം 1-ാം അധ്യായം 4-ാം വാക്യത്തിൽ ദൈവം നമ്മെ തെരഞ്ഞെടുത്തിരിക്കുന്നത് എന്തിനെന്ന് ചോദിച്ചാൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് ദൈവം നമ്മെ വിശുദ്ധീകരണത്തിലേക്ക് ദൈവം നമ്മെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. ആകയാൽ വിശുദ്ധിക്ക് വേദപുസ്തക അടിസ്ഥാനത്തിൽ വളരെ പ്രാധാന്യമുണ്ട്. വിശുദ്ധിയില്ലാതെ നാം ചെയ്യുന്ന ശുശ്രൂഷകളും നാം ചെയ്യുന്ന ഏത് പ്രവൃത്തിയും അത് നിഷ്ഫലമാണ്, വെറുതെയാണെന്ന് വേദപുസ്തകം വ്യക്തമാക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ആദ്യം പുറമേയുള്ള വിശുദ്ധിയെ കുറിച്ച് ചില വാക്കുകൾ പറഞ്ഞ് നമ്മുടെ രഹസ്യ ജീവിതത്തിലെ വിശുദ്ധിയെ കുറിച്ചും കൂടെ പറഞ്ഞ് കമ്പിവാചകത്തിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിന്നും മാറുവാൻ ആഗ്രഹിക്കുകയാണ്. വളരെ പ്രാർത്ഥനയോടുകൂടെ ചില മിനിറ്റുകൾ നിങ്ങളുടെ വിലപ്പെട്ട ഹൃദയത്തെ, ചിന്തകളെ ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. നാം ചിന്തിക്കുന്ന ആദ്യത്തെ ഭാഗം പുറമേയുള്ള വിശുദ്ധിയാണ്. പുറമേയുള്ള വിശുദ്ധി അത്യാവശ്യമാണ്. വേദപുസ്തക അടിസ്ഥാനത്തിൽ പുറമേയുള്ള വിശുദ്ധിക്ക് വളരെ പ്രാധാന്യമുണ്ട്. എന്നാൽ അതിനേക്കാൾ ഉപരിയായി ഹൃദയത്തിലെ വിശുദ്ധീകരണം കാണുന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ്. നിങ്ങൾ ശ്രദ്ധിക്കണമേ, പഴയ നിയമത്തിൽ പുരോഹിതന് 2 തരം വസ്ത്രങ്ങളുണ്ട്. പുറമേ കാണുന്ന വസ്ത്രം, 2 അകത്തിടേണ്ട വസ്ത്രം. പുറമേ കാണുന്ന വസ്ത്രം പുറമേ ഉള്ള ലോകക്കാർക്കെല്ലാം കാണാൻ പറ്റും, പക്ഷേ അകത്തിടുന്ന വസ്ത്രം മറ്റാരും കാണുന്നില്ല. പക്ഷെ അത് ദൈവിക നിയമമാണ്. വളരെ ശ്രദ്ധയോടുകൂടെ പുറപ്പാട് പുസ്തകം 28-ാം അധ്യായം പഠിക്കുമ്പോൾ കുറവുള്ളത് കൊണ്ട് ഞാൻ നീട്ടുവാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മൾ വായിച്ചു നോക്കുക. മോശയോട് ഇങ്ങനെ പറഞ്ഞു, അഹരോനെയും അവന്റെ പുത്രന്മാരെയും പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് വേണ്ടി നീ അവരെ വേർതിരിക്കണം, അവർക്ക് വിശേഷമായ വസ്ത്രം കൊടുക്കണം എന്നൊക്കെ നമുക്ക് അവിടെ വായിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നു. ഈ പുരോഹിതനെ കുറിച്ച് 1 പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായം 9-ാം വാക്യത്തിൽ പറയുന്നു, ആരാണ് പുതിയ നിയമത്തിലെ പുരോഹിതന്മാരെന്ന് ചോദിച്ചാൽ നാം ഓരോരുത്തരുമാണ്. എന്ന് വെച്ചാൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വിശുദ്ധിയിൽ ജീവിക്കുന്ന ഒരു ദൈവ പൈതൽ ദൈവത്തിന്റെ പുരോഹിതന്മാരാണ്. ഈ പുരോഹിതന്മാർ ധരിക്കേണ്ട വസ്ത്രമുണ്ട്. പഴയ നിയമത്തിൽ അഹരോനും തന്റെ കുഞ്ഞുങ്ങളും ധരിച്ചിരുന്ന വസ്ത്രം പ്രത്യേകമായിട്ടുള്ള അങ്കികളാണ്. എന്നാൽ പുതിയ നിയമത്തിൽ വേദപുസ്തകം രക്ഷയുടെ വസ്ത്രത്തെ കുറിച്ച് പറയാൻ സാധിക്കുന്നു. അങ്ങനെയാണെങ്കിൽ രക്ഷിക്കപ്പെട്ടവന്റെ വസ്ത്രം എപ്പോഴും പുറമെയുള്ള മനുഷ്യൻ കാണുകയാണ്. എന്നാൽ ഇതിന് അകത്ത് പുറപ്പാട് പുസ്തകം 28 താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ അകത്തിടേണ്ട വസ്ത്രത്തെ കുറിച്ച് പറയുകയാണ്. അകത്തിടുന്ന വസ്ത്രം ലോകത്താരും കാണില്ല. അഹരോന്റെയും അവരുടെ മക്കളുടെ മുമ്പിൽ 100 കണക്കിന് ആൾക്കാർ വന്നു നിന്നാലും അകത്തിടുന്ന വസ്ത്രം കാണാൻ കഴിയത്തില്ല. കാണുന്ന 2 പേരുണ്ട്. ഒന്ന്, സർവശക്തനായ ദൈവം. 2, ധരിക്കുന്ന ഞാൻ. 3, എവിടെയാണ് വീഴ്ച, എവിടെയാണ് ഇടാത്തത്, എവിടെയാണ് ദൈവം പറഞ്ഞ വസ്ത്രം ശരിയായത് ആയിട്ട് ഉപയോഗിക്കാത്തതും നോക്കി നടക്കുന്ന പിശാച്. അങ്ങനെയാണെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതം ഒന്ന് ചിന്തിച്ചു നോക്കണം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ എവിടെയൊക്കെയോ പുറമെ ഭയങ്കര വിശുദ്ധിയാണ്. പുറമെ നമ്മുടെ ഇടുന്ന വസ്ത്രം, നമ്മുടെ എല്ലാ രീതികളിലും ഭയങ്കര വിശുദ്ധിയാണ്. അന്യഭാഷയുണ്ട്, പ്രാർത്ഥനയുണ്ട്, പ്രവചനമുണ്ട്, അത്ഭുതമുണ്ട്. ഇതെല്ലാം പുറമെയാണ്. നമ്മുടെ കൃപകൾ പുറമെ ജ്വലിക്കുകയാണ്.
പക്ഷേ ദൈവം നോക്കുന്ന ഹൃദയത്തിനകത്തുള്ള വിശുദ്ധീകരണം നമുക്കുണ്ടോ? വേദപുസ്തകം ഇങ്ങനെ പറയുന്നു, ശമൂവേലിന്റെ പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നു, ശമൂവേലേ, നീ അഭിഷേകം ചെയ്യാൻ വന്നിരിക്കുന്ന മനുഷ്യൻ ആരെന്ന് നിനക്കറിയത്തില്ല, പക്ഷെ ദൈവത്തിനറിയാം. ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കുന്ന ശമൂവേൽ പെട്ടെന്ന് ദാവീദിന്റെ സഹോദരന്മാരെ അഭിഷേകം ചെയ്യാൻ വേണ്ടി വേഗത കൂട്ടിയപ്പോൾ കർത്താവ് പറഞ്ഞൊരു വാക്കുണ്ട്, മനുഷ്യൻ പുറമേയുള്ള നോക്കുന്നു, ദൈവം ഹൃദയങ്ങളെ തൂക്കി നോക്കുന്നു. എന്റെ പ്രിയമുള്ളവരെ, ഹൃദയത്തെ കാണുന്ന ഒരു ദൈവം. നമ്മൾ പുറമെ എത്ര വിശുദ്ധി നടിച്ചാലും ശരിക്കും പറഞ്ഞാൽ അത്തിയില തുന്നി ചേർത്തതിന് തുല്യമാണ്. ജീവിതത്തിന്റെ അകത്ത് പുറമേ കാണിക്കുന്നതല്ല വിശുദ്ധീകരണം. ഹൃദയത്തിനകത്ത് ഒരു വിശുദ്ധീകരണം വേണം. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ഇനി മർക്കോസ് സുവിശേഷം 7:21 നോക്കണം. അവിടെ യേശു പറയുന്നൊരു വാക്ക്, മനുഷ്യനെ അശുദ്ധമാക്കുന്നത് അവന്റെ ഹൃദയത്തിൽ നിന്ന് ഉയരുന്ന ഓരോ കാര്യങ്ങളും, ഏകദേശം 13 കൂട്ടം കാര്യങ്ങൾ അവിടെ വ്യക്തമാക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഹൃദയത്തിനകത്തുള്ള പാപം മാറാത്ത കാലം നമ്മുടെ പ്രാർത്ഥന കൊണ്ടോ, നമ്മുടെ ആരാധന കൊണ്ടോ, നമ്മുടെ ജീവിതം കൊണ്ടോ ഒരു ഫലവുമില്ല. അപ്പോൾ നമ്മുടെ ജീവിതത്തിനകത്ത് എവിടെയാണ് പൂർണ്ണമായ ഒരു വിശുദ്ധീകരണം നടക്കേണ്ടത്? ഹൃദയത്തിനകത്ത് ഒരു ശുദ്ധീകരണം നടക്കണം. നമുക്കറിയാം, വേദപുസ്തകത്തിനകത്ത് അഭിഷേകത്താൽ നിറയപ്പെട്ടവൻ, സിംഹത്തെയും കരടിയെയും വലിച്ചു കീറുവാനുള്ള അധികാരവും അഭിഷേകമുള്ളവൻ, ഗോലിയാത്തിനെ തകർത്തുടച്ച അഭിഷേകമുള്ളവൻ, അവന്റെ രഹസ്യ ജീവിതത്തിൽ വീഴ്ച സംഭവിച്ചു. രഹസ്യ ജീവിതത്തിൽ അവൻ തകർന്നുപോയി. ആരും കണ്ടില്ല. ബർശേബയെ സ്വന്തമാക്കുവാൻ അവൻ ചെയ്ത കുരുക്കുകളും കെണികളും ആരും കണ്ടില്ല. എന്നാൽ അവന്റെ രഹസ്യ ജീവിതത്തിൽ പരാജയം സംഭവിച്ചപ്പോൾ അവന്റെ പാട്ടിനോ പ്രാർത്ഥനകൾക്കോ അവന്റെ ആരാധനയ്ക്കോ അവന്റെ അഭിഷേകത്തിനോ പിന്നത്തേതിൽ അവനെ രക്ഷപ്പെടുത്തുവാൻ കഴിഞ്ഞില്ല. പലരും ചിന്തിക്കുന്ന ഇങ്ങനെയാണ്, പുറമേയുള്ള ആരാധന, പുറമേയുള്ള കയ്യടി, പുറമേയുള്ള പ്രസംഗം, പുറമേയുള്ള അഭിഷേകമാണ് മനുഷ്യന്റെ വിശുദ്ധി എന്ന്. എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കണമേ പ്രിയമുള്ളവരെ, പുറം കാണുന്ന ദൈവം മാത്രമല്ല, നമ്മുടെ ഹൃദയത്തിന്റെ ആകവും കാണുന്ന ഒരു ദൈവമുണ്ടെന്നുള്ള സത്യം നിങ്ങൾ മറക്കാതിരിക്കട്ടെ. എന്നാൽ ശിംശോനെ നോക്കണം, അവന്റെ രഹസ്യ ജീവിതത്തിൽ ഒരു പരാജയം വന്നുപോയി. പരസ്യ ജീവിതത്തിൽ അവൻ മിടുക്കനാണ്, ഭയങ്കര ശക്തിയുണ്ട്. അഭിഷേകം ഇറങ്ങി വന്ന് ഈ കയറുകളെയൊക്കെ പെട്ടെന്ന് പൊട്ടിച്ചു മാറ്റുവാനുള്ള ദൈവിക അധികാരം അവനുണ്ട്. പക്ഷേ അവന്റെ രഹസ്യ ജീവിതത്തിൽ ഒരു പരാജയം വന്നപ്പോൾ ഒരു പെൺകുട്ടിയുടെ മുമ്പിൽ അവന്റെ അഭിഷേകം നഷ്ടപ്പെടേണ്ടി വന്നു. ഒടുവിൽ അവൻ കണ്ണ് പൊട്ടിച്ച് ചെമ്പ് ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടവനായി ശത്രുവിന്റെ പാളയത്തിലേക്ക് ഇരുത്തത്തക്കവണ്ണം അവനെ ഒതുക്കുവാൻ കാരണം എന്താണ്? അകത്തെ വിശുദ്ധി നഷ്ടപ്പെട്ടപ്പോൾ അത് സംഭവിച്ചിരിക്കുകയാണ്. ഇതുപോലെയാണ് വേദപുസ്തകം വീണ്ടും പഠിക്കുമ്പോൾ യോസേഫ് എന്ന് പറയുന്ന മനുഷ്യനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അവന്റെ രഹസ്യ ജീവിതം കാത്തു സൂക്ഷിക്കുവാനിടയായി. അവന് വേണമെങ്കിൽ അവന്റെ ആ വീട്ടിൽ എന്ത് സ്വാതന്ത്ര്യമുണ്ട്, ഏത് പാപം ചെയ്താലും ആരും കാണത്തില്ല. പക്ഷേ ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിച്ചവൻ അല്പവേദനകൾ അനുഭവിച്ചെങ്കിലും അവന്റെ വാക്തത്വത്തിലേക്ക് ദൈവനെ കൈപിടിച്ചുയർത്തുവാനിടയായി. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, ജീവിതത്തിനകത്ത് പുറമേ കാണിക്കുന്നതല്ല വിശുദ്ധി. ആദ്യം നടക്കേണ്ടത് ഹൃദയത്തിനകത്ത് ഒരു ശുദ്ധീകരണം ഉണ്ടാകണം. ഹൃദയത്തിനകത്ത് ഒരു മാനസാന്തരം ഉണ്ടാകണം. ഹൃദയത്തിനകത്ത് മാറ്റങ്ങൾ സംഭവിക്കണം. ഹൃദയത്തിനകത്ത് മാറ്റം വരാതെ പുറത്ത് മാറ്റിയിട്ട് കാര്യമില്ല. ഹൃദയത്തിനകത്ത് പാപം മാറാതെ പുറത്ത് പാപം മാറ്റിക്കഴിഞ്ഞാൽ ഏതേൻ തോട്ടത്തിൽ അത്തിയില ചുറ്റിയതിന് സമം മാത്രമാണ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയട്ടെ, അകത്തെ വിശുദ്ധീകരണത്തിന്റെ ഏറ്റവും വലിയ പ്രാധാന്യം എന്ന് ചോദിച്ചാൽ മനുഷ്യരാരും കാണില്ല, എന്നാൽ അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ള കർത്താവ് നമ്മെ പൂർണ്ണമായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആകയാൽ എന്തിനാണ് അകത്തെ വിശുദ്ധി ആവശ്യമെന്ന് പറയുന്നത്? കാഹളം ധരിക്കാൻ പോവുകയാണ്. കാഹളം ധരിക്കുമ്പോൾ അകത്തെ വിശുദ്ധിയുള്ളവൻ ആ ശബ്ദം കേൾക്കുവാനിടയാകും. പുറമെ വിശുദ്ധിയിൽ ജീവിക്കുന്നവനെ അല്ല ആ കാഹള കർത്താവ് അവരെ ചേർക്കുവാൻ കടന്നു വരാൻ പോവുകയാണ്. അവർ മാത്രമാണ് ആ ശബ്ദം കേൾക്കുന്നത്. ആര്? ഹൃദയത്തിനകത്ത് ശുദ്ധീകരണം.
പുറത്തെ ശുദ്ധീകരണം. ഒരുമിച്ച് കൊണ്ടുപോകുന്നവനെ ചേർക്കാൻ യേശു വരാൻ പോവുകയാണ്. അതുകൊണ്ടാണ് ഉൽപ്പത്തി മുതൽ വെളിപ്പാട് പറഞ്ഞു, ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങൾ വിശുദ്ധരായിരിക്കും. എന്തിനു വേണ്ടിയാണ് ദൈവം നമ്മെ തെരഞ്ഞെടുത്തിരിക്കുന്നത്? ഈ ലോകത്തിന്റെ ചില സുഖ സൗകര്യത്തിനും, ഈ ലോകത്തിന്റെ ആർഭാടത്തിനും, ഈ ലോകത്തിന്റെ ഭൗതിക നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനല്ല, മറിച്ച് വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് ദൈവം ലോകസ്ഥാപനത്തിനു മുമ്പേ ക്രിസ്തുവിൽ നമ്മെ തെരഞ്ഞെടുത്തു. തെരഞ്ഞെടുപ്പ് മാത്രമല്ല, ദൈവം നമ്മെ വീണ്ടെടുത്തു. വീണ്ടെടുപ്പ് മാത്രമല്ല, ദൈവം നമുക്ക് വേണ്ടി ചെയ്തത്, അവൻ നമുക്ക് വേണ്ടി മറുവില കൊടുത്ത് നമ്മെ തെരഞ്ഞെടുക്കുവാനിടയായി. ആകയാൽ എന്നെ കേൾക്കുന്ന ഓരോ മക്കളും പറയും, സ്വയപരിശോധന നമുക്കിന്ന് പകൽക്കാലം നടത്താം. ദൈവമേ, എനിക്ക് ഹൃദയത്തിനകത്ത് ശുദ്ധീകരണമുണ്ടോ? എന്റെ ഹൃദയ ശുദ്ധീകരണത്തോടു കൂടിയാണോ ഞാൻ പുറം ശുദ്ധീകരിച്ച് നടക്കുന്നത്? അതോ മനുഷ്യനെ കാണിക്കുവാൻ വേണ്ടിയാണോ ഞാൻ ഈ പുറമെ ശുദ്ധീകരണം എന്ന് പറഞ്ഞ് നടക്കുന്നത്? ശുദ്ധീകരണത്തിന്റെ വചനങ്ങൾ അറിയാമായിരിക്കാം, വിശുദ്ധിയെക്കുറിച്ച് നന്നായി നിങ്ങൾ പ്രസംഗിക്കുന്നവരായിരിക്കാം, വിശുദ്ധിയെക്കുറിച്ച് നന്നായി ഉപദേശിക്കുന്നവരായിരിക്കാം. പക്ഷെ കർത്താവ് നോക്കുന്നത് നമ്മുടെ ഹൃദയത്തിനകത്ത് ശുദ്ധീകരണമുണ്ടോ? ശുദ്ധീകരണം കൂടാതെ ആരും ദൈവത്തെ കാണുകയില്ല. പുറമേയുടെ ശുദ്ധീകരണമല്ല, നാം ഇടുന്ന വെള്ളയും ക്ലീൻ ഷേവും അല്ലെങ്കിൽ പുറമേ കാണിക്കുന്ന മറ്റു കാര്യങ്ങളല്ല. ഇതെല്ലാം വേണം. അകം ശരിയായാൽ ഇതെല്ലാം നാം പോലും അറിയാതെ നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാകും. പക്ഷെ കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ കാര്യം ഹൃദയത്തിന്റെ ശുദ്ധീകരണം. ദരിദ്രനായി ജീവിച്ച്, ഒരു വിശുദ്ധിയോടുകൂടെ ജീവിച്ച് അവൻ നിത്യതയിലേക്ക് പ്രവേശിക്കുവാനിടയാകും. എന്നാൽ ഈ ലോകത്ത് ഹൃദയത്തും കൊണ്ട് അശുദ്ധി ചെയ്ത്, പുറം കൊണ്ട് വിശുദ്ധ നടിച്ചുകൊണ്ട്, ലോകമറിയപ്പെടുന്ന ഒരു മനുഷ്യനായി ജീവിച്ച്, മറ്റുള്ളവരുടെ മാന്യനെന്ന് നടിച്ചുകൊണ്ട് നമ്മൾ ജീവിച്ച് നിത്യ നരകത്തിൽ പോകരുത്. നമുക്ക് നമ്മെ തന്നെ ഇന്നൊന്ന് ശോധന ചെയ്യാം. ഈ കർത്താവേ, എന്റെ ഹൃദയം ഇന്ന് പകൽക്കാലം ശുദ്ധിയുള്ളതാണോ? കാഹള ശബ്ദം കേട്ടാൽ എന്റെ ചെവിയിൽ ആ ശബ്ദം കേൾക്കുവാൻ എനിക്കൊരു ശുദ്ധീകരണം ഉണ്ടോ എന്ന് നമുക്ക് ഹിതപരിശോധന ചെയ്യുവാൻ സർവശക്തനായ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പ്രാണപ്രിയനായ ദൈവമേ, ഈ ചെറിയ സന്ദേശം ഞങ്ങൾ ഇവിടെ പകരുവാനിടയായി. കർത്താവെ, പ്രസംഗിച്ച അടിയനും കേൾക്കുന്ന നിരച്ചനും വിശുദ്ധിക്കും വേർപാടിനും വേണ്ടി വില കൊടുത്ത് കാഹളം തുരിക്കുമ്പോൾ ഈ മണ്ണ് വിട്ട് വിണ്ണിലേക്ക് വരുവാൻ ഈ സന്ദേശം മുഖേന ഞങ്ങളെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കൃപയിൽ ദൈവം നിറയ്ക്കണം, സഹായിക്കണം. യേശു മൂലം പ്രാർത്ഥന കേൾക്കണം ഞങ്ങളുടെ നല്ല പിതാവേ. ആമേൻ, ആമേൻ.